Hi all, welcome to LearnWise platform. MGM 124 മീഡിയ ആൻഡ് സൊസൈറ്റി പേപ്പറിൽ എന്തൊക്കെ യൂണിറ്റ്സ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ അണ്ടറിൽ എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം MGM 124 മീഡിയ ആൻഡ് സൊസൈറ്റി പേപ്പറിനെ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയെ കുറിച്ചാണ് നമ്മൾ നോക്കുക, യൂണിറ്റ്സ് 1 to 4. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ്സ് 5 to 8 നമ്മൾ മീഡിയ ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ്സ് 9 to 13 ആണ്. അവിടെ മീഡിയ ആൻഡ് കോണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുക. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ ബാക്കിയുള്ള മീഡിയ ആൻഡ് കോണ്ടംപററി ഇഷ്യൂസ് നമ്മൾ യൂണിറ്റ്സ് 14 to 17, അതായത് ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പം ബ്ലോക്ക് ഫസ്റ്റ് യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ആൻഡ് സൊസൈറ്റി ആണ്. അപ്പോൾ മീഡിയയും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ച്, അല്ലെങ്കിൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ ഒരു കൾച്ചറൽ നോംസിനെ, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ലാൻഡ്സ്കേപ്പിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ സൊസൈറ്റൽ വാല്യൂസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എങ്ങനെയാണ് സൊസൈറ്റിയും മീഡിയയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, എങ്ങനെയാണ് മീഡിയ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയനെ ഫോം ചെയ്യുന്നതിലുള്ള മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഡിഫൈനിങ് സൊസൈറ്റി ആൻഡ് മീഡിയ, അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതായത് കമ്മ്യൂണിക്കേഷനും മീഡിയയും എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അവിടെ നമ്മൾ അശോക പില്ലറിനെ കുറിച്ച്, പിന്നെ പെന്നി പ്രസ് തൊട്ട് നമ്മൾ ഇന്ന് വരെയുള്ള, അതായത് ഒരു ന്യൂ മീഡിയ വരെയുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കും. പിന്നെ ഇൻഫോർമേഷൻ ഏജിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതായത് പ്രസന്റ് വേൾഡിൽ ഒരു ഡിജിറ്റൽ ടെക്നോളജി, അതായത് ഫാസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള ആ ഒരു വേൾഡിനെ കുറിച്ചുള്ള എങ്ങനെയാണ് മീഡിയ നമ്മുടെ ഡെയിലി ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ ഇന്റർപൊളേഷൻ ഓഫ് മീഡിയ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, മീഡിയയും പൊളിറ്റിക്സും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പബ്ലിക് ഡിസിഷൻ അല്ലെങ്കിൽ ഗവേണൻസിനെയൊക്കെ അത് ഷേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോർപ്പറേറ്റ് കൺട്രോൾ ഓഫ് മീഡിയ നമ്മൾ നോക്കും, റെഗുലേഷൻ വേഴ്സസ് സെൽഫ് റെഗുലേഷൻ നോക്കും, പിന്നെ മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ, അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനെ മീഡിയ എങ്ങനെയാണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള മീഡിയയുടെ റോൾ എന്താണ് എന്നുള്ളൊരു കാര്യം, റോൾ ഓഫ് മീഡിയ ഇൻ ഫോമിങ് പബ്ലിക് ഒപ്പീനിയൻ, പിന്നെ മീഡിയയും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, പിന്നെ ന്യൂ മീഡിയ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി, അതായത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുകളെ മീഡിയ എങ്ങനെയാണ് ബാധിച്ചത് എന്നുള്ള കാര്യം, അത് ഇന്റർനെറ്റിന്റെ ഒരു സ്കേപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക. എവല്യൂഷൻ ഓഫ് ഇന്റർനെറ്റ്, പിന്നെ എമർജൻസ് ഓഫ് SNS, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളെ കുറിച്ച് നോക്കും. പിന്നെ അതുപോലെ തന്നെ വെർച്വൽ വേൾഡിന്റെ ഒരു ഡാർക്ക് സൈഡ് നമ്മൾ നോക്കുന്നതായിരിക്കും. ബ്ലോക്ക് ഫസ്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് മീഡിയ ഓഡിയൻസസ് ആണ്. അതായത് മീഡിയയുടെ ഒരു ഉപഭോക്താക്കൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു മീഡിയയുടെ കോണ്ടന്റ്, ഇപ്പം ടെലിവിഷനോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ അല്ലെങ്കിൽ പ്രിന്റോ അല്ലെങ്കിൽ റേഡിയോ ഉള്ള ഇത്തരത്തിലുള്ള ഏത് മീഡിയന്റെ ആണെങ്കിലും കോണ്ടന്റ് ഏതൊക്കെ രീതിയിലാണ് എൻഗേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓഡിയൻസ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഡിയൻസ്, പിന്നെ ഓഡിയൻസിന്റെ ഒരു ഹിസ്റ്ററി, ആ ഒരു ടേമിന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കും. പബ്ലിക് ക്രൗഡ്, ഗ്രൂപ്പ്, മാസ് ഓഡിയൻസ്, അതായത് ഓഡിയൻസ് പല രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പല ഫോമുകളെ കുറിച്ച് നമ്മൾ നോക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓഡിയൻസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കും. പിന്നെ ഓഡിയൻസസിന്റെ ടൈപ്സ് നോക്കും. പിന്നെ ഓഡിയൻസസ് ടൈപ്പോളജീസ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 തിയറീസ് നമ്മൾ നോക്കും. ബുള്ളറ്റ് തിയറി, ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി, അതുപോലെ തന്നെ സോഷ്യൽ കാറ്റഗറി തിയറി. പിന്നെ അതുപോലെ തന്നെ ഓഡിയൻസ് കൺസംഷൻ ട്രഡീഷൻസ്, ഓഡിയൻസ് ഏത് രീതിയിലാണ് കൺസ്യൂം ചെയ്യുക എന്നുള്ളൊരു കാര്യം, സ്ട്രക്ചറൽ, ബിഹേവിയറൽ, കൾച്ചറൽ, ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ നോക്കും. പിന്നെ ഓഡിയൻസ് റിസർച്ചിലേക്കുള്ള അപ്രോച്ചസ്, അവിടെ മീഡിയ എഫക്ട്സ്, കൾട്ടിവേഷൻ അനാലിസിസ്, യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ, കൾച്ചറൽ സ്റ്റഡീസ്, റിസപ്ഷൻ അനാലിസിസ്, പിന്നെ എങ്ങനെയാണ് മീഡിയ ഡെയിലി റുട്ടീനുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസസിനെ എങ്ങനെയാണ് മീഡിയ ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ എവരിഡേ ലൈഫിൽ നമ്മൾ നോക്കും. പിന്നെ ഫ്യൂച്ചർ ഓഫ് ഓഡിയൻസസ് ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവായി അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിജിറ്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് പ്രസന്റ് ഒരു സെനാരിയോയിലുള്ളത്. അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 മീഡിയ ലിറ്ററസി ആണ്. അവിടെ നമ്മൾ
മീഡിയ ലിറ്ററസിയുടെ ആ ഒരു കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ നമ്മൾ നോക്കും. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസിയുടെ നീഡിനെ കുറിച്ച് നമ്മൾ നോക്കും. ഫങ്ഷൻസ് ഓഫ് മീഡിയ ലിറ്ററസി, പിന്നെ അതുപോലെ തന്നെ പ്രോസസ് ഓഫ് മീഡിയ ലിറ്ററസി നോക്കും. പിന്നെ മീഡിയ ലിറ്ററസിയുടെ കോർ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. അതായത് മെസ്സേജുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്, മെസ്സേജസ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ക്രിയേറ്റീവ് ലാംഗ്വേജ്, അതായത് ഇമേജസ്, സൗണ്ട്സ് അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ നോക്കും. ഡിഫറെന്റ് പീപ്പിൾ എക്സ്പീരിയൻസ് ദ സെയിം മീഡിയ മെസ്സേജ് ഡിഫറently, അതായത് ഒരേ മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും ആളുകൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ഇവിടെ കാണും. പിന്നെ മീഡിയ ഹാവ് എംബഡഡ് വാല്യൂസ്, അവിടെ ബിലീഫ്സ്, ഐഡിയാസ് അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് ഒക്കെ മീഡിയ മെസ്സേജസിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. മെസ്സേജസ് ആർ ഓർഗനൈസ്ഡ് ടു ഗെയിൻ പവർ. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ദി ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, അതായത് ഒരു ഇൻഫർമേഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ റിലയബിൾ ആണോ അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫോർത്ത് യൂണിറ്റ്, അതായത് മാസ് മീഡിയ പോളിസികളെ കുറിച്ചായിരിക്കും നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. അവിടെ മീഡിയ പോളിസിയുടെ മീനിങ് നോക്കും. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയ പോളിസീസ്, ഡൈവേർജന്റ് വ്യൂസ് ഓൺ മീഡിയ പോളിസീസ്, റെഗുലേറ്റഡ് മീഡിയയും പിന്നെ അൺറെഗുലേറ്റഡ് മീഡിയയുടെ പോളിസികൾ, പിന്നെ ഒബ്സ്റ്റക്കിൾസ് ഇൻ അഡോപ്റ്റിംഗ് മീഡിയ പോളിസീസ്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ് അവിടെ ഉള്ളത്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ചലഞ്ചസ് ഒക്കെ നമ്മൾ ഇവിടെ നോക്കും. പിന്നെ മീഡിയയുടെ പോളിസീസ് അതൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവില് നമ്മൾ നോക്കും. അതായത് പല രാജ്യങ്ങളും പല രീതിയിലാണ് അവരുടെ മീഡിയ റെഗുലേഷൻസ് അല്ലെങ്കിൽ മീഡിയ റൂൾസ് എന്നുള്ള കാര്യം നമ്മൾ കാണും. പിന്നെ എക്സ്പേർട്സിന്റെ റെക്കമെൻഡേഷൻസ്, മീഡിയ പോളിസിയിലുള്ള എക്സ്പേർട്സിന്റെ റെക്കമെൻഡേഷൻസ്, അതായത് അവിടെ മീഡിയ ഫെയർനെസ്സോ അല്ലെങ്കിൽ ഫ്രീഡം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ അവരുടെ സജഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ നോക്കും. ഇനി ഫിഫ്ത്ത് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ആണ്. അപ്പം അവിടെ നമ്മൾ ഡോമിനന്റ് പാരഡൈം ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ കാണും. അവിടെ ഡോമിനന്റ് പാരഡൈമിലേക്കുള്ള അപ്രോച്ചസ് നമ്മൾ കാണും. പിന്നെ ക്രിട്ടിക് ഓഫ് ഡോമിനന്റ് പാരഡൈം നമ്മൾ കാണും. പിന്നെ നമ്മൾ തിയറീസ് നമ്മൾ നോക്കും, അതായത് സ്ട്രക്ചറലിസ്റ്റ് തിയറി, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി തിയറി. ഇനി ഈ ഒരു ഡെവലപ്മെന്റിനുള്ള ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ബേസിക് നീഡ്സ് അപ്രോച്ച്, പിന്നെ അനദർ ഡെവലപ്മെന്റ് പാരഡൈം, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, capability as development, rights based approach, പിന്നെ ഫൈനലി അപ്രോച്ചസ് ടു ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാം. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 6 നമ്മൾ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ കാണുക. അപ്പം അപ്രോച്ചസ് ടു ഡെവലപ്മെന്റ് നമ്മൾ നോക്കും. കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫിലോസഫി എന്താണ്, ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും. പിന്നെ മീഡിയ ആൻഡ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ മാസ് മീഡിയ, അൾട്ടർനേറ്റീവ് മീഡിയ, ട്രഡീഷണൽ മീഡിയ, പിന്നെ ഒരു ന്യൂ ടെക്നോളജീസിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, അത് ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കും. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആവുന്ന എപ്പോഴാണ്, ആളുകൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. പിന്നെ പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, പോളിസി ഫോർമുലേഷൻ ആൻഡ് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ. ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 6 നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി യൂണിറ്റ് 7 വന്നു കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ SBCC എന്ന് പറയുന്ന സോഷ്യൽ ആൻഡ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നോക്കുക. SBCCന്റെ കോൺസെപ്റ്റ് ആൻഡ് റോൾ നോക്കും. പിന്നെ IEC, BCC, SBCC നമ്മൾ നോക്കും. പിന്നെ അതിന്റെ ഒരു പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കുന്നതായിരിക്കും. പിന്നെ SBCCയുടെ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചസ് നമ്മൾ നോക്കും. സോഷ്യൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് എഡ്യൂക്കേഷൻ, അഡ്വക്കസി, സോഷ്യൽ മൊബിലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ബിൽഡിംഗ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എൻവയോൺമെന്റ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്ട്രാറ്റജിക് അപ്രോച്ചസ് ടു SBCCയിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ ഫൈനലി SBCCയുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്, അനലൈസ് സിറ്റുവേഷൻ, know the audience, identify communication objectives, strategize approaches, positioning and strategy outline, implementation plan, monitoring and evaluation. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു SBCC സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഇനി 8ാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ SBCCയുടെ ചില കേസ് സ്റ്റഡികൾ നമ്മൾ നോക്കും. അവിടെ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യുക, എൻവയോൺമെന്റ്, അഗ്രികൾച്ചർ, പോപ്പുലേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജെൻഡർ ഇഷ്യൂസ്, ഗവർണൻസ്. ഈ ഒരു സെക്ടേഴ്സിലുള്ള ഒരു റിയൽ ലൈഫ് കേസ് സ്റ്റഡികൾ നമ്മൾ നോക്കുന്നതായിരിക്കും. യൂണിറ്റ് 9 മീഡിയ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് മീഡിയ ഔട്ട്ലെറ്റ്സ്
അവർക്ക് ആളുകൾക്ക് അവരുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഡിസീസ് പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് അവർക്കൊരു റോളുണ്ട്. ഇപ്പം പബ്ലിക് ഹെൽത്ത് പോളിസികൾക്കൊക്കെ അഡ്വക്കേറ്റ് ചെയ്യാനൊക്കെ മാധ്യമങ്ങൾക്ക് സാധിക്കും. ഇപ്പം പബ്ലിക് ഹെൽത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ മീഡിയയുടെ റോൾ എന്താണ്, പ്രിന്റ് മീഡിയ, അതുപോലെ തന്നെ ടെലിവിഷൻ, പിന്നെ റീച്ചിങ് റൂറൽ കമ്മ്യൂണിറ്റീസ് ത്രൂ റേഡിയോ. റേഡിയോ നമുക്കറിയാം റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിരുന്നു റേഡിയോ. ഇന്നും വളരെയധികം റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ റേഡിയോ ആളുകൾ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇവിടെ നോക്കും. പിന്നെ ഡിജിറ്റൽ മീഡിയ ആൻഡ് ഹെൽത്ത് പ്രോസ്പെക്ട്സ്, കമ്മ്യൂണിറ്റി മീഡിയ, ചോയ്സ് ഓഫ് മീഡിയ, നീഡ് ഫോർ റിസർച്ച്. പിന്നെ സ്ട്രാറ്റജീസ് നമ്മൾ നോക്കും. SBCCയുടെ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ഹെൽത്ത് പ്രിവെൻഷൻ, പ്രൊമോഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഡിസീസുകൾ തടയാനുള്ള, പ്രിവെന്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് എൻകറേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. പിന്നെ മീഡിയ അഡ്വക്കസി. എന്താണ് മീഡിയ അഡ്വക്കസി എന്ന് പറയുന്നത്? ഹെൽത്ത് പോളിസികൾ അല്ലെങ്കിൽ പബ്ലിക് അവയർനെസ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മീഡിയയെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ മീഡിയ അഡ്വക്കസി എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. പിന്നെ എഡ്യൂക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഹെൽത്തി മെസ്സേജസ് എന്റർടൈൻമെന്റ് ഫോർമാറ്റിൽ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്നത് വഴി ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്നു. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. ഇനി യൂണിറ്റ് 10 വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ആണ് നമ്മൾ കാണുന്നത്. അതായത് എഡ്യൂക്കേഷന്റെ ഒരു കോൺസെപ്റ്റ് ആൻഡ് റോൾ എന്താണ് നമുക്ക് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതായത് എഡ്യൂക്കേഷൻ ആളുകളെ അറിവ് നേടാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതായത് ഗെയിൻ നോളജ്, അതുപോലെ തന്നെ സ്കിൽസ് ആൻഡ് വാല്യൂസ് ഒക്കെ നേടാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, അതായത് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇന്ത്യയിൽ ഓവർ ടൈമിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കും. പ്രീ ഇൻഡിപെൻഡന്റ് എറ, അതായത് ബ്രിട്ടീഷ് റൂളിന് ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കും. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇക്വാളിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി എഡ്യൂക്കേഷന്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും നോക്കുക. പിന്നെ കോണ്ടംപററി ഇന്ത്യ, അതായത് പ്രസന്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെയാണ് ഇന്നുള്ളത്. അപ്പം അതിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മീഡിയ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ യൂസിങ് ICT. ICT എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതുവഴി ടീച്ചിങ്ങിന് ഇംപ്രൂവ് ചെയ്യാം, ലേണിംഗിന് ഇംപ്രൂവ് ചെയ്യാം, അതുവഴി ആക്സസ് ടു നോളജിനും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം നമ്മൾ നോക്കും. പിന്നെ ഇനിഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, പിന്നെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്, അതായത് അവിടുത്തെ എക്സ്പീരിയൻസുകൾ നോക്കും. പിന്നെ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അഡ്വാൻസ് ലേണിംഗിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ റീഫോമുകളൊക്കെ അവിടെ നോക്കുന്നതായിരിക്കും. ഇനി ഈ തേർഡ് ബ്ലോക്കിലെ 11th യൂണിറ്റ് ജെൻഡർ ആൻഡ് മീഡിയ. അപ്പം അവിടെ നമ്മൾ ജെൻഡറും മീഡിയയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, എങ്ങനെയാണ് മീഡിയ നമ്മുടെ ആ സോഷ്യൽ വ്യൂസിനെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻഡർ റോൾസിനെ എങ്ങനെയാണ് അതിന്റെ കോണ്ടന്റ് വഴി അവർ തുറന്നു കാണിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ഡെപിക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ വിസിബിലിറ്റി ആൻഡ് ഇൻവിസിബിലിറ്റി, മീഡിയ ചില ജെൻഡറുകളെ അവരെ ഹൈലൈറ്റ് ചെയ്യുന്നു, ചിലവരെ മാർജിനലൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നോക്കും. പോർട്രയൽ ആൻഡ് റെപ്രസെന്റേഷൻ, മീഡിയ എങ്ങനെയാണ് ജെൻഡറുകളെ പോർട്രേ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കും. പിന്നെ മെയിൻ സ്ട്രീമിലും അൾട്ടർനേറ്റീവ് മീഡിയയിലുള്ള ആ ജെൻഡറിന്റെ ആ ഒരു കാര്യം നമ്മൾ നോക്കും. പിന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെൻഡർ മീഡിയ റിലേഷൻഷിപ്പ്, സ്റ്റീരിയോ ടൈപ്പിംഗ്, സോഷ്യലൈസേഷൻ, ഒമീഷൻ ആൻഡ് കമ്മീഷൻ, പിന്നെ പ്രൊജക്ട്സ് ആൻഡ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ വുമൺ കമ്മ്യൂണിക്കേറ്റേഴ്സ്, പിന്നെ വുമൺസ് ഇഷ്യൂസ്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക. ഇനി 12th യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൂടുതലും എൻവയോൺമെന്റിന്റെ സൈഡാണ് നമ്മൾ നോക്കുക. എൻവയോൺമെന്റ് ആൻഡ് മീഡിയ, എൻവയോൺമെന്റൽ സയൻസും അല്ലെങ്കിൽ പബ്ലിക് പെർസെപ്ഷനും തമ്മിൽ മീഡിയ ഒരു ക്രൂഷ്യൽ ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം അവയർനെസ്, ഇപ്പൊ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അവയർനെസ് ഒക്കെ മീഡിയക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ പീപ്പിൾ, പ്ലാനറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി നമ്മൾ നോക്കും. പിന്നെ എൻവയോൺമെന്റൽ റിസ്കുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കും. മാസ് മീഡിയ ആൻഡ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കമ്മ്യൂണിക്കേഷൻ, എൻവയോൺമെന്റൽ ജേർണലിസം. പിന്നെ എൻവയോൺമെന്റിനോടുള്ള ആ ഒരു മാസ് മീഡിയയുടെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ നോക്കും. മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് എൻവയോൺമെന്റൽ അവയർനെസ്, ഏതൊക്കെ രീതിയിലുള്ള അവബോധം മാധ്യമങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കും. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, എൻവയോൺമെന്റ് കൺസർവേഷൻ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയിലുള്ള കൺസർവേഷൻ മൂവ്മെന്റ്സ് നമ്മൾ നോക്കും. സേവ് അവർ ടൈഗേഴ്സ് ക്യാമ്പയിൻ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നോക്കും. മീഡിയ അഡ്വക്കസി ഇൻ എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻസ്,
പിന്നെ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ എഗ്രിമെന്റ്സും അവിടെ നമ്മൾ കൺവെൻഷൻസും പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ കാണും. പിന്നെ US-India പാർട്ട്ണർഷിപ്പ്, ക്ലൈമറ്റ് ചേഞ്ചിനുള്ള India-US പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും നമ്മൾ നോക്കും. ഇനി യൂണിറ്റ് 13ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മൾ നോക്കുക. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, മീഡിയ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. അതായത് അതൊരു വാച്ച് ഡോഗ് ആണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വയലേഷൻസ് എക്സ്പോസ് ചെയ്യുന്നു, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അതുവഴി ഹ്യൂമൻ റൈറ്റ്സിനെ അത് അപ്ഹോൾഡും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്താണ് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് നോക്കും. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക്, പിന്നെ റൈറ്റ്സിന്റെ ഡിഫറെന്റ് തിയറീസ് നോക്കും, അതിന്റെ ക്രിറ്റിസിസം നമ്മൾ നോക്കും. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നോക്കും. പിന്നെ UDHR എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഹ്യൂമൻ റൈറ്റ്സും, പിന്നെ മീഡിയ, സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പോളിറ്റി, മാസ് മീഡിയ ആൻഡ് പ്രോസസ്സസ്, പിന്നെ സോഷ്യൽ ഐഡന്റിറ്റീസിന്റെ റെപ്രസെന്റേഷൻ, ഇപ്പൊ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, എത്നിസിറ്റി, മൈനോറിറ്റി, ഇവിടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കും. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി മീഡിയയെ കുറിച്ച് നമ്മൾ നോക്കും. 14ാമത്തെ യൂണിറ്റ് ഇന്റർനാഷണൽ ആൻഡ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പം എന്താണ് ഈ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പം അവിടെ ഡിഫറൻസസ് ഉണ്ടാവും. എന്തിന്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും? ലാംഗ്വേജിന്റെ, അല്ലെങ്കിൽ റിലീജിയന്റെ, അല്ലെങ്കിൽ സോഷ്യൽ നോംസിന്റെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഒക്കെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ പല ബാക്ക്ഗ്രൗണ്ട്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കും. പിന്നെ സാലിയന്റ് ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള ആ ഒരു ഇത് നമ്മൾ നോക്കും. പിന്നെ പ്രൊപ്പഗാൻഡ ആൻഡ് പെർസുവേഷൻ, കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ നോക്കും. പിന്നെ ഹിസ്റ്ററി നോക്കും. പിന്നെ പ്രൊപ്പഗാൻഡന്റെ ടൈപ്സ് നമ്മൾ നോക്കും. ടെക്നിക്സ് ആൻഡ് എഫിക്കസി ഓഫ് പ്രൊപ്പഗാൻഡ, പബ്ലിക് ഡിപ്ലോമസി വേഴ്സസ് പ്രൊപ്പഗാൻഡ, പിന്നെ കുറച്ച് കേസ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ നാസി ജർമ്മനിയുടെ ഒരു കാലഘട്ടമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കും. അലൈഡ് എഫേർട്സ് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാറിലുള്ള ആ ഒരു സമയത്ത് നടന്ന എഫേർട്സിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കും. കോൾഡ് വാറിനെ കുറിച്ച് നോക്കും. ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്റർ കൾച്ചർ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കാണും. ഇനി യൂണിറ്റ് 15ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലും നമ്മൾ ടെക്നോളജിക്കൽ റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുക. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, പ്രിന്റിംഗ് റെവല്യൂഷൻ, അവിടെ വിഷ്വൽ റെവല്യൂഷനും കൂടെ നമ്മൾ നോക്കും. ഫോട്ടോഗ്രാഫി, ഫ്ലെക്സിബിൾ റോൾ ഫിലിം, സിനിമയുടെ ഒക്കെ ആ ഒരു റെവല്യൂഷനെ കുറിച്ച് നമ്മൾ നോക്കും. പിന്നെ ഇലക്ട്രോണിക് റെവല്യൂഷൻ, അവിടെ എന്തൊക്കെയാണ്? ടെലിഗ്രാഫ്, ടെലിഫോൺ, റേഡിയോ, ടെലിവിഷൻ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും. പിന്നെ വെബ് റെവല്യൂഷൻ, അവിടെ വെബ് 1.0, വെബ് 2.0, വെബ് 3.0 നമ്മൾ നോക്കും. ഇത് ഫസ്റ്റ് യൂണിറ്റിലും ഈ ഒരു വെബ് 1.0യും വെബ് 2.0യും വെബ് 3.0യും നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യൂണിറ്റ് 15ലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി 16th യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ ആണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ മീഡിയ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? കൾച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ കണക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അതായത് മീഡിയ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഒരു വേൾഡിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്ലോബലൈസേഷനെ നല്ല രീതിയിൽ മീഡിയ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഗ്ലോബലൈസേഷന്റെ കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കും. പിന്നെ ഇന്ത്യയിലുള്ള ഗ്ലോബലൈസേഷന്റെ കാര്യം നമ്മൾ നോക്കും. ഗ്ലോബൽ മീഡിയ സ്ട്രക്ചർ, മീഡിയ ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ മീഡിയ ഗ്ലോബലൈസേഷന്റെ ഒരു ഒറിജിൻ, പിന്നെ മീഡിയ ഗ്ലോബലൈസേഷന്റെ ഒരു സെക്കൻഡ് ഫേസ്, പിന്നെ ഗ്ലോബൽ മീഡിയ ഓർഗനൈസേഷൻസ്, പിന്നെ മീഡിയ ഗ്ലോബലൈസേഷന്റെ എഫക്ട്സ്, അതുപോലെ തന്നെ ന്യൂസ് ഫ്ലോയിലുള്ള ഇംബാലൻസ്, പിന്നെ കൾച്ചറൽ ഇമ്പീരിയലിസം, പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട്സും അതുപോലെ തന്നെ എമർജിംഗ് ആയിട്ടുള്ള ട്രെൻഡുകളും നമ്മൾ ഈ ഒരു യൂണിറ്റിലായിരിക്കും നമ്മൾ കാണുക. ഈ ഒരു പേപ്പറിന്റെ ലാസ്റ്റ് യൂണിറ്റ് 17 അൾട്ടർനേറ്റീവ് മീഡിയ. അപ്പം അൾട്ടർനേറ്റീവ് മീഡിയ എന്താണ്, മെയിൻ സ്ട്രീം മീഡിയ എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കും. അൾട്ടർനേറ്റീവ് മീഡിയ, ഇന്ത്യയിലുള്ള അൾട്ടർനേറ്റീവ് മീഡിയ, പോപ്പ് മീഡിയ, സ്മോൾ സ്കെയിൽ ന്യൂസ് പേപ്പേഴ്സ്, കമ്മ്യൂണിറ്റി വീഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, സിറ്റിസൺ ജേർണലിസം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും. പിന്നെ ന്യൂ മീഡിയം, അൾട്ടർനേറ്റീവ് മീഡിയ തമ്മിലുള്ള ആ ഒരു ഇത് നമ്മൾ നോക്കും. ഇൻഡിപെൻഡന്റ് ന്യൂ വെബ്സൈറ്റ്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ആസ് അൾട്ടർനേറ്റീവ് മീഡിയ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. പിന്നെ അൾട്ടർനേറ്റീവ് മീഡിയയുടെ ഫ്യൂച്ചർ നമ്മൾ നോക്കും.
അപ്പൊ ടോട്ടൽ 17 യൂണിറ്റ് ആണ് നമുക്ക് 4 ബ്ലോക്കുകളിലായി ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇത് പഠിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു ഓൾ.